ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി രാജിവെച്ച വാർത്ത പുറം ലോകം അറിഞ്ഞത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതായി ഇപ്പോൾ സൈനിക മേധാവി വാക്കർ ഉസ്സമൻ പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, രാജ്യം വിട്ട അവർ ഇന്ത്യയിലേക്ക് എത്തിയതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. 300ഓളം പേരുടെ മരണത്തിൽ കലാശിച്ച ജനകീയ പ്രക്ഷോഭം ഷെയ്ഖ് ഹസീനയുടെ കൊട്ടാരത്തിലേക്കുള്ള ലോങ് മാർച്ചായി മാറുകയും കാര്യങ്ങൾ കയ്യിൽ നിൽക്കാതെ പോവുകയും ചെയ്തതോടെയാണ് പ്രധാനമന്ത്രിയുടെ രാജി ഒടുവിൽ സാധ്യമായത്. തന്റെ സഹോദരിക്കൊപ്പം സൈനിക ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ട ഹസീന ബംഗാളിലേക്ക് പോയതായാണ് ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ത്രിപുരയിലെ അഗർത്തലയിൽ എത്തിയതായും BBC ബംഗ്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഹസീന ഒരു വിടവാങ്ങൽ പ്രസംഗത്തിനായി തയ്യാറെടുത്തെങ്കിലും അതിന് അവസരം കിട്ടിയില്ലെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം സംഘർഷങ്ങളിൽ 98 പേർ കൊല്ലപ്പെട്ടതോടെ ബംഗ്ലാദേശ് സൈനിക മേധാവി വാക്കർ ഉസ്സമൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് ഹസീന ഇവിടെ നിന്ന് മുങ്ങിയത്. രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ച കർഫ്യൂ ലംഘിച്ചുകൊണ്ടാണ് പ്രക്ഷോഭകർ ഹസീനയുടെ കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തിയത്. ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. പ്രക്ഷോഭകർ അട്ടിമറി നടത്താൻ ഒരുമ്പെടുന്നതായി ആരോപിച്ച് ഹസീന മൊബൈൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരുന്നു. അനിശ്ചിതകാലത്തേക്ക് സൈന്യം പുതിയ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സിവിൽ സർവീസ് സംവരണ ക്വാട്ട നിശ്ചയിച്ചതിന് എതിരെയുള്ള വിദ്യാർത്ഥി റാലികളാണ് രാജ്യത്ത് 15 വർഷത്തെ ഹസീന ഭരണകൂടത്തെ തന്നെ തകിടം മറിക്കുന്ന തരത്തിലുള്ള വൻ പ്രക്ഷോഭമായി മാറിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇവർ ഇന്ത്യയിലേക്ക് എത്തി എന്നുള്ള വാർത്ത അറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ അതിർത്തികളിൽ വലിയ സുരക്ഷയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുൻ സൈനിക ഉദ്യോഗസ്ഥരും സിനിമാ താരങ്ങളും സംഗീതജ്ഞന്മാരും ഗായകരും അടക്കം സമൂഹത്തിന്റെ നാനാ തുറങ്ങളിലുള്ളവർ പ്രക്ഷോഭത്തിന് പിന്തുണ നൽകിയെന്നതും വലിയ ശ്രദ്ധേയമാണ്. അതുതന്നെയാണ് ഇപ്പോൾ അവരെ കൊണ്ട് രാജിവെക്കാനുള്ള ഇടയാക്കിയതും. വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മയാണ് നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചത്. നികുതിയും വിവിധ സർക്കാർ ബില്ലുകളും അടയ്ക്കരുതെന്ന് സമരക്കാർ ആഹ്വാനം ചെയ്തിരുന്നു. സമരത്തിൽ അണിചേരാൻ സർക്കാർ സ്വകാര്യ ജീവനക്കാരെയും ആഹ്വാനം ചെയ്തതോടെ ഓഫീസുകളുടെ പ്രവർത്തനവും സ്തംഭിച്ചു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ശനിയാഴ്ച ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും പ്രക്ഷോഭകർ തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികളല്ല ഭീകരപ്രവർത്തകരാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുമെന്നും ഷെയ്ഖ് ഹസീന പ്രഖ്യാപിച്ചത്. ഇത് വലിയ വിവാദമായി. രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന ഭീകരരെ അടിച്ചമർത്താൻ ജനങ്ങളോട് ഹസീന ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അവാമി ലീഗ് പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. ഇത് സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കി. 1971 ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാക്കിയ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൊച്ചുമക്കൾക്കും മക്കൾക്കും ഉൾപ്പെടെ രാജ്യത്തെ ഉന്നത സർക്കാർ ജോലികളിൽ സംവരണം നൽകുന്നതിനെതിരെയാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. ഇത് പിന്നീട് സർക്കാരിനെതിരായ പ്രക്ഷോഭമായി മാറുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശ് സ്ഥാപകനും ഷെയ്ഖ് ഹസീനയുടെ പിതാവുമായ മുജീബുർ റഹ്മാന്റെ പ്രതിമ പ്രക്ഷോഭകാരികൾ വികൃതമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ബംഗ്ലാദേശിൽ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാനും നിലവിൽ അവിടെയുള്ളവർ പുറത്തിറങ്ങാതെ സ്വയരക്ഷ നോക്കണമെന്നും ധാക്കയിലെ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെടണമെന്നും വിദേശകാര്യ മന്ത്രാലയവും ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. 4906 കിലോമീറ്റർ വരുന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ BSF അതീവ ജാഗ്രത പുലർത്തുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ളവർ ബംഗ്ലാദേശിലേക്ക് ഇപ്പോൾ പോകരുതെന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്.